ഞായറാഴ്ചയാണ് കുറച്ചധികം നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വിടാതൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു വിളിക്കും. ആ സമയത്ത് നമ്മളൊന്ന് ഉറങ്ങുന്നതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഉറക്കങ്ങ് പോകും. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മെ ഹായ് മതി. രാവിലെ തന്നെ എണീക്കാതെ കുറച്ച് കിടന്നാണോ നല്ല ഉച്ചയായപ്പോഴത്തെ ഒരു വെയിലുണ്ട്. കാരണം ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ടാവും റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ. അപ്പോഴേക്കും അമ്മ ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മയും ഏകദേശം എഴുന്നേറ്റുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് പുട്ടും കടലയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അമ്മ എഴുന്നേറ്റ പാട് ചായക്ക് അവിടെ വെള്ളം വെക്കും, അതിൻ്റെ കൂടെ തന്നെ ചോറിനും വെള്ളം വെക്കും. അപ്പോൾ ചോറ് നമ്മൾ പെട്ടെന്ന് കുക്കറിലാണ് ഉണ്ടാക്കാറ്. നല്ല അടിപൊളി ചോറായിട്ട് കിട്ടും. കുക്കറിൽ ചോറുണ്ടാക്കാൻ അറിയാത്തവർക്ക് ഞാനൊരു ദിവസം റെസിപ്പി ഇടുന്നതായിരിക്കും. കാരണം അമ്മയുടെ കുക്കറിലെ ചോറ് നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ചോറ് നല്ല വിട്ട് കിട്ടും. അങ്ങനത്തെ വേറെ കുഴപ്പങ്ങളൊന്നും കുക്കറിൽ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എഴുന്നേറ്റു, അവിടെ പല്ലിയേക്കാനൊക്കെ സെറ്റായി. അപ്പോൾ ഇവിടെ അച്ചാച്ചനും മക്കളും തമ്മിലുള്ള നല്ല ഗംഭീരമായ കളിയാണ്. വല്ലപ്പോഴേ ഇതുപോലുള്ള ഒത്തൊരുമ കാണൂ, കാരണം എപ്പോഴും ഇവർ 3 പേരും അടിയാണ്. ഇവയൊക്കെ ഇവിടെ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഒരു ചായ കുടച്ച്. പേപ്പർ വായിക്കുന്ന ശീലം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വല്ലപ്പോഴും ഇപ്പം ഫോണിൽ തന്നെ ന്യൂസുകൾ വരുന്നത് കൊണ്ട് പേപ്പറായിട്ട് നോക്കേണ്ട ഒരു സന്ദർഭം കിട്ടാറില്ല. എന്നാലും സാധാരണഗതിയിൽ ഒരു പേപ്പർ കിട്ടുമ്പം ആദ്യം തന്നെ വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അതായത് ഈ സെലിബ്രിറ്റീസ് കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സ് എനിക്ക് നോക്കാൻ ഒട്ടും താല്പര്യമില്ല. അപ്പോഴാണ് മഞ്ജു വാര്യരും ടൊവിനോ തോമസും മൈജി ഉദ്ഘാടനം ചെയ്ത ഫോട്ടോ കണ്ടത്. പിന്നെ നേരെ പോയത് ചരമക്കോളത്തിലേക്കാണ്. എന്നാൽ അറിയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് രാവിലെ തന്നെ ഞാൻ ഒന്ന് ബെഡ് മേക്കപ്പ് ചെയ്യാണ്. ഇതൊക്കെ എൻ്റെ മോൻ ബാക്കിൽ നടന്നിട്ടാണ് ഇന്ന് വീഡിയോ എനിക്ക് എടുത്തു തന്നത്. ഞാനൊന്ന് കഷ്ടകാലത്തിന് പറഞ്ഞു പോയതാണ്, പിന്നെ എൻ്റെ പിറകേന്ന് പോകുന്നുണ്ടായിരുന്നില്ല. പുട്ട് നാവി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, പുട്ട് തള്ളുന്നു. ഇതൊക്കെ ഒരു പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു വീഡിയോയിൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പം രാവിലെ തൊട്ടിട്ട് രാത്രി വരെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണല്ലോ. അപ്പോൾ കടലക്കറി ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. കടലയൊക്കെ വെന്തു. ഇനി അതിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാൻ വളരെ എളുപ്പത്തിൽ ഞാൻ റെസിപ്പി പറഞ്ഞുതരാം. വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, അതുപോലെ തന്നെ കുറച്ച് പെരുംജീരകം കൂടി ഞാൻ ഇടാറുണ്ട്. അതൊന്ന് ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പം ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ അതിൻ്റെ കൂടെ ഉള്ളി, പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അയ്യോ, ആ വാട്ടുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. മസാല മുട്ടയാക്കാൻ വെച്ച മുട്ട എടുത്തിട്ട് എൻ്റെ മക്കൾ പോയിട്ടുണ്ട്. ചെറുങ്ങനെ കുറച്ച് പണിയൊക്കെ നമ്മൾ ചെയ്യുന്നതിനിടയിൽ കൊടുത്തു കഴിഞ്ഞാൽ അടങ്ങിയിരിക്കുമല്ലോ എന്ന് വെച്ച് കൊടുത്തതാണ്. പക്ഷെ അവൻ മുട്ട നല്ല വ്യത്യസ്തമായ രീതിയിലാണ് പൊട്ടിക്കാനുള്ള ശ്രമം നടത്തിയത്. നമ്മുടെ ഈ സാധാരണ മുട്ട നെറ്റിയിലൊക്കെ അടിച്ച് പൊട്ടിക്കില്ല, ആ ലെവലിലോട്ടേക്കാണ് കുട്ടി പോയത്. ഈ കടലക്കറി ആക്കുന്നവരെ എന്തായാലും ഈ മുട്ടയുടെ പണി ഇവിടെ തുടരും. അപ്പോൾ നമുക്ക് കടലക്കറിയിലേക്ക് പോവാം. മഞ്ഞൾപ്പൊടി ഒരു 2 ടേബിൾ സ്പൂണോളം, മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂണോളം, കാശ്മീരി ചില്ലിയും സാധാരണ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടത്. അതൊന്ന് വാടി വരുമ്പം നമ്മൾ കടല വേവിച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുന്നതിന് മുന്നേ തക്കാളി ചേർക്കണം. ഒരു ചെറിയ തക്കാളി ചേർത്ത് അതിലേക്ക് കടല വേവിച്ച വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് സെറ്റായി വരുമ്പം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച കടലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇനി ഈ കടലയിലുള്ള ഉള്ളിയും പച്ചമുളകും തക്കാളിയും കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇടയ്ക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ച മിക്സും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഗരം മസാലയും പഞ്ചസാര ഒരു നുള്ളും കൂടെ ചേർത്തിട്ട് മല്ലിയിലയും കരിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കിടിലൻ കടലക്കറി റെഡി. ഇനി നമ്മുടെ ചൂട് പുട്ടും അതുപോലെ തന്നെ കടലക്കറിയും പിന്നെ നമ്മുടെ മുട്ട മസാലയും അതും കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ രാവിലത്തെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഈ പുട്ട് കടല ഇഷ്ടപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഈ പുട്ടിൻ്റെ കൂടെ ചിലപ്പോൾ കറി വേണ്ടാത്തവരൊക്കെ ഉണ്ട് കേട്ടോ. അതല്ല, പുട്ട് തന്നെ വേണ്ടാത്ത ആൾക്കാരുണ്ട്. പക്ഷേ മോൻ ഇവിടെ പുട്ടും പഴവും പഞ്ചസാരയും നെയ്യൊക്കെ കൂട്ടി കുഴച്ചടിക്കാനാണ് ഇഷ്ടം. ഇതൊന്ന് കഴിപ്പിച്ചെടുത്തിട്ട് വേണം ഇവരെയും കൂട്ടി വേഗം ഒരു സ്ഥലത്തേക്ക് പോകാൻ. അതെവിടെയാണെന്ന് വെച്ചാൽ കണ്ടു. സ്കൂളിൽ ചിരിക്കാത്ത പോലെ തന്നെ വിദേശിൻ്റെ അടുത്ത് പോയാൽ നല്ല മക്കളായിട്ട് കേട്ട് പഠിക്കുക. പാട്ടാ പഠിക്കുന്നത് കേട്ടാ. ഇപ്പൊ നമ്മൾ സ്റ്റാർ സിംഗറിലെല്ലാം കാണുന്നില്ല, കുട്ടികൾ നല്ല പഠിച്ച് കുഞ്ഞു മക്കളാണെങ്കിലും കുട്ടികൾ പാടുന്ന കേട്ടില്ല. സ്റ്റാർ സിംഗറിൽ ഇതേപോലെ പഠിച്ചിട്ടാണ്, ഇതേപോലെ ടീച്ചർമാരുടെ പോയി പഠിച്ചിട്ടാണ് ഓറിങ്ങനെ തെരുമൊക്കെ എഴുതും. അപ്പം വലിയ വലിയ ആൾക്കാരെല്ലാം നമ്മളെ പാട്ട് കേൾക്കും. അപ്പം ഇപ്പം എന്ത് ചെയ്യണം, പഠിക്കുമ്പോൾ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കണം. എന്താ പറഞ്ഞിരുന്നത് അതെല്ലാം കേട്ട് പഠിക്കണം കേട്ടാ. ഞാൻ കുഞ്ഞിന് പാട്ട് പഠിക്കാൻ പോവാണ്. നമ്മള് പോവാനപ്പാ. നല്ല വെയിലാണ് ഗൈസ്. മക്കൾക്ക് ഇന്ന് ആദ്യമായിട്ടൊരു പാട്ട് ക്ലാസ് തുടങ്ങുകയാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ വീഡിയോയിൽ ഇതിന് മുന്നേ ഉണ്ടായ നിത. അവൾ മ്യൂസിക്കിൽ ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് ഒക്കെ കിട്ടി. ഇപ്പം മ്യൂസിക് ടീച്ചറായിട്ട് അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിത ഇപ്പം വെക്കേഷനിൽ ഒരു വർക്ക്ഷോപ്പ് പോലെ തുടങ്ങിയിട്ടുണ്ട് പാട്ടിൻ്റെ. അത് കൂടാതെ ഡെയിലി ബേസിസിലും പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മക്കളെ ഞാൻ ആദ്യമേ നിതയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ മക്കളെ ചേർക്കുന്നു. അപ്പം അതുകൊണ്ട് ഇന്നാണ് അതിൻ്റെ ആ ഒരു ദിവസം വന്നത്. അപ്പം നിതയുടെ വീട് എൻ്റെ വീട് തൊട്ടടുത്ത. അപ്പോൾ മക്കളെയും കൊണ്ടുവന്ന് പാട്ട് പഠിപ്പിക്കാനുള്ള ആദ്യ ക്ലാസ് തുടങ്ങാൻ വേണ്ടി പോവാണ്. നമുക്ക് അവിടെ തിരികെ 5 മിനിറ്റാണ് നിതയുടെ വീട്ടിലേക്കുള്ള ദൂരം. പക്ഷേ എത്താൻ ഏകദേശം ഒരു 20 മിനിറ്റ് എടുത്തു. കാണുന്നില്ല, ഇവർ ഓരോ പോകുന്ന വഴിയിലും തുപ്പൽ പൊട്ടാസും എന്തൊക്കെ സാധനങ്ങൾ വേണോ ഇതൊക്കെ പെറുക്കി എടുത്തിട്ടാണ് അവിടത്തേക്ക് എത്തുക. അപ്പം നിതയുടെ ഈ മ്യൂസിക് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതിലുണ്ട്. താല്പര്യമുള്ളവർ ഏജിൻ്റെ ഒരു ഇതൊന്നുമില്ല. താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി മ്യൂസിക് ക്ലാസ്സാണ്. തുടക്കത്തിൽ തന്നെ ആയതുകൊണ്ടാണ് എൻ്റെ മക്കൾക്ക് സത്യം പറയുന്നതിൻ്റെ യാതൊരു പിടുത്തമില്ല. എങ്ങനെ നിത ഇതിൽ മെരുക്കി എടുക്കുന്നുള്ളത് എനിക്കൊരു ഡൗട്ടാണ്. എന്നാലും നമുക്ക് വഴിയെ കണ്ടറിയാം. അതിനേക്കാൾ കൂടുതൽ കിട്ടി. 1 2 3 X V X B 1 2 3 V X V ഒരുപാട് നേരമൊന്നും ഈ കുഞ്ഞുമക്കളുടെ പ്രായത്തിൽ അവർക്കൊന്നും ഇരുന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആദ്യം കുറച്ച് നേരം മാത്രമേ ഇരുന്നുള്ളൂ. അതിൽ നിന്ന് മാങ്ങക്കൊക്കെ കല്ലെറിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും വീണ്ടും ഒരു സമയമായി. ആ താളത്തിൻ്റെ പേരെന്താ? പാട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഏകദേശം ഉച്ചയായി. അമ്മ ഇവിടെ ചെമ്മീൻ പൊരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചെമ്മീൻ പൊരിച്ചതും ഇത് ഇന്നലത്തെ ഞണ്ട് കറിയാണ്. പിന്നെ ചെമ്മീൻ മുളകിട്ടതും പിന്നെ പച്ചക്കറി പരിപ്പ് കറിയും. ഇതാണ് ഇന്നത്തെ മെനു. അപ്പോൾ പോയി വെയിലത്ത് വന്നപ്പം എനിക്ക് കുറച്ച് ക്രേവിങ്സ്, അതായത് ഈ ഐസ്ക്രീമിൽ ഗുലാബ് ജാമുൻ ഇട്ടിട്ട് കഴിക്കാൻ എത്ര പേർക്ക് ഇഷ്ടമാണ്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കോംബോ ആണ് നമ്മുടെ ഐസ്ക്രീം വിത്ത് ഗുലാബ് ജാം. കിടിലം ടേസ്റ്റിലൊരു ചെമ്മീൻ മുളകിട്ടതാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. 1-5 മിനിറ്റ് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് കിടക്കുമ്പം എത്ര പേർക്ക് ഈ ഒരു അനുഭവം ഉണ്ട്? മക്കൾ വന്ന് നിങ്ങളെ കിടക്കാൻ സമ്മതിക്കാറുണ്ടോ? അതോ ഇതുപോലെ വന്ന് കച്ചറയാക്കാറുണ്ടോ? അപ്പോഴേക്കും വിശപ്പൊക്കെ ഇളകി. പിന്നെ വേഗം ചോറും അതുപോലെ തന്നെ പരിപ്പ് കറിയും പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ചെമ്മീൻ പൊരിച്ചതും ചെമ്മീൻ മുളകിട്ടതും. ഇതിൻ്റെയൊക്കെ കറി കൂട്ടൂല കേട്ടോ അവർ. എരിവിന് കുറച്ചൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കൂട്ടി മക്കൾക്ക് കൊടുത്തിട്ട് വേണം എനിക്ക് കഴിക്കാൻ. ഇന്നാണ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ ഇറങ്ങിയ ദിവസം. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഇതിൽ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു എൻ്റെ മക്കൾ. അതുകൊണ്ട് ചോറൊന്നും വായിലേക്ക് പോകാൻ വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല. അത് കഴിയുന്നവരെ അടങ്ങി അവിടെ ഇരുന്ന് ഭക്ഷണവും കഴിച്ചു. കുറച്ച് സമയം വെയിലത്തൊന്നും ഇറങ്ങാതെ ഇന്ന് ഈ പടം മുഴുവനായിട്ടിരുന്ന് തിയേറ്ററിൽ പോയി കണ്ടതാണെങ്കിലും ഞാൻ ഈ പടത്തിൻ്റെ വലിയൊരു ആരാധികയായി മാറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ അടുത്തിറങ്ങിയ പടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പടവും മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ്. കാരണം അത് ആ ഒരു എടുത്ത രീതിയും ഡയറക്ഷനും അതിലുള്ള ആ ഓരോ സീനും ഭയങ്കരമായിട്ട് ഗൂസ് ബംസ് വരുന്ന സിനിമയായിരുന്നു. അപ്പം വീണ്ടും വന്നിട്ട് അമ്മ കണ്ടില്ല. അപ്പം അമ്മ ഇത് കാണുന്ന ആദ്യത്തെ ഒരു അനുഭവമാണ്. അമ്മ കണ്ടത് എങ്ങനെയാണെന്നുള്ളതും കൂടി ഇപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അത്രയും ടെൻഷൻ അടിച്ച് ഈ പടത്തിനെ ഉൾക്കൊണ്ടിട്ടാണ് അമ്മ ഈ പടം മുഴുവൻ ഇരുന്ന് കണ്ടത്. അങ്ങനെ കരഞ്ഞും ആകാംക്ഷയോടെയും സന്തോഷത്തോടെയൊക്കെ മഞ്ഞുമൽ ബോയ്സ് കണ്ടതിന് ശേഷം ചായക്കുള്ള പരിപാടിയായി. മക്കൾക്ക് രണ്ടാക്കും ബൂസ്റ്റാണ്, പിന്നെ നമുക്ക് ചായയും. പിന്നെ ചായക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന് വിഭവങ്ങളൊന്നും പൊതുവേ ഉണ്ടാക്കിയില്ല. കാരണം മഞ്ഞുമല്ലായിപ്പോയി ഇന്നത്തെ ദിവസം. നമ്മൾ കാണാതെ ഇവർക്ക് രണ്ടുപേർക്കും കട്ട തിന്നുന്ന സൂക്കേടാണ് ഈ പാൽപ്പൊടിയും ബൂസ്റ്റും. അതിൻ്റെ അടപ്പ് മര്യാദയ്ക്കിടാതെ ഈ സംഭവങ്ങളൊക്കെ കട്ട കെട്ടാലാണ് പതിവ്. പിന്നെ അത് കുത്തിപ്പൊട്ടിച്ചിട്ടാണ് ബൂസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കാറ്. എന്ത് കൊടുത്താലും ഈ അളന്നോ നോക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഇത് രണ്ടും വെച്ച് ഏകദേശം ഒരേ അളവിലാണെന്നൊന്ന് ഒക്കെ നോക്കിയിട്ട് വേണം മുന്നിലെത്തിക്കാൻ വേണ്ടിയിട്ട്.
ചായ കുടിയൊക്കെ കഴിഞ്ഞ് മക്കളെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി. ഡിന്നറിൻ്റെയും കൂടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ലെങ്തി ആയിപ്പോവും. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. പക്ഷേ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.